ഹലോ കിലാറില്ല തീപ്പന്തലേക്ക് സ്വാഗതം. കിലാറില്ല നമ്മുടെ ഒലീവ് ഡിസൈൻസ് ഒലീവിയ ഡിസൈൻസ് അതാണ് അതിന് ശരിക്കും പേര്. ഒലീവിയ ഡിസൈൻസ് ബൈ അച്ചൂസ്. നമ്മുടെ ആ ഒരു സംഭവം ആ പ്രശ്നം ഇനി കഴിഞ്ഞിട്ടില്ല അല്ലേ. അപ്പം നമ്മൾ അതിൻ്റെ പ്രശ്നത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഇപ്പോഴല്ലേ നമ്മൾ ആകെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. ഇപ്പം ഞാൻ പ്രശ്നം മനസ്സിലാക്കിയിട്ട് വന്ന ആ വീഡിയോ ചെയ്തപ്പോൾ തന്നെ എൻ്റെ അടുത്ത് കുറേ ആൾക്കാരെ പറഞ്ഞു, നീ തെളിവൊന്നും ഇല്ലാതെ നീ ഇങ്ങനെ നടന്ന് കുടയ്ക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോഴത്തെ കേട്ടുള്ള നിങ്ങൾക്കായിട്ട് ഞാൻ എന്താ തെളിവായിട്ട് വന്നിരിക്കണം. വേറെ ഒന്നുമില്ല, നമ്മുടെ അവിടെ വർക്ക് ചെയ്ത് തന്നെ അവിടെ കുറച്ച് പേര് വർക്ക് ചെയ്ത് കുറേ ചേച്ചിമാരുണ്ട്. ഇപ്പോഴും അവിടെ കുറേ പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അന്നും പറഞ്ഞു ഇല്ലടല്ലേ, എന്താ വെച്ചാൽ ഞാൻ ചേച്ചിമായിട്ട് ഗതികേട് വേറെ വഴിയില്ല. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇക്കാലത്ത് ഇപ്പോൾ ഇല്ല കേരളത്തൊക്കെ ഇല്ല ജോലി എന്താണ് ജോലി ഇല്ലായ്മ ഭയങ്കരമാണ്. ആമ്പിള്ളേർക്ക് പിന്നെ പറയാണ്ട, പിന്നെ പെമ്പിള്ളേരിനെ പറയണം. പിന്നെ പെമ്പിള്ളേർക്ക് ജോലി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കല്യാണം മതി അത്ര തന്നെ അവർക്ക് കല്യാണം. പക്ഷെ ആമ്പിള്ളേർക്ക് അങ്ങനെ ജോലി ഉണ്ടെങ്കിലേ പെണ്ണ് കിട്ടുള്ളൂ. ജോലി ഉള്ളവർക്കേ പെണ്ണ് കിട്ടില്ല, പിന്നെ ജോലി ഇല്ലാത്തവന്മാരുടെ അവസ്ഥയോ. അപ്പോൾ അത് അങ്ങനെ പോട്ടില്ലേ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ വന്നാൽ പിന്നെ കുറേ സംസാരിക്കാം. ഇപ്പം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ വർക്ക് ചെയ്ത് കുറേ ചേച്ചിമാരുണ്ട്. 10-ലധികം പെൺപിള്ളേർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്ത് ചോദിച്ചാൽ അവർ വെല്ലുവിളിച്ചു ഇല്ലാട്ടോ. ഒലീവിയ ഡിസൈൻസ് പറഞ്ഞു നിങ്ങൾ തെളിവില്ലല്ലോ, അപ്പോൾ തെളിവായിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. നമ്മളെയും വെല്ലുവിളിച്ചില്ലാട്ടോ, നിങ്ങൾ തെളിവില്ലാണ്ടാണ് സംസാരിക്കേണ്ടത്. അപ്പം നമ്മളും തെളിവായിട്ട് വന്നു. ആ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കാണിച്ചറിയില്ലല്ലോ. അവിടെ വർക്ക് ചെയ്ത് തന്നെ കുറേ ചേച്ചിമാരുണ്ട്. അവർ പറയുന്നുണ്ട് എന്താ ചോദിച്ചാൽ ഇവരെ എന്താ ചോദിച്ചാൽ ബ്ലാക്ക് മെയിൽ ചെയ്തു, മനസ്സിലായില്ലേ. എന്ന് വെച്ചാൽ ഇവർ കരാറിൽ ഒപ്പിട്ട് ഇവർ ചെക്ക് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ശമ്പളം പിടിക്കുക, പിന്നെ ഇവരില്ലാത്ത സമയത്തൊക്കെ ഇവരുടെ പ്രൊഡക്റ്റ് ഒക്കെ എടുത്ത് ഇവർക്കൊരു ടാർഗറ്റ് കൊടുക്കില്ല. അപ്പോൾ നമ്മളൊരു കമ്പനി വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാർഗറ്റ് തരും, മനസ്സിലായില്ലേ. ഇപ്പോൾ നിങ്ങൾ കമ്പനി വർക്ക് ചെയ്യാൻ അവരുടെ പ്രൊഡക്റ്റ് ഇത്ര എണ്ണം വിൽക്കണം, അല്ലെങ്കിൽ ഇത്ര ടാർഗറ്റ് മന്ത്ലി ഇത്ര ടാർഗറ്റ് അടിക്കണം പറഞ്ഞാൽ നമ്മൾ അടിക്കണം. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ബോണസ് കാര്യങ്ങളൊക്കെ കിട്ടും. ഇവരങ്ങനെ യൂസ് ചെയ്യാൻ ബോണസ് കിട്ടുന്നതിന് പിടിച്ചു വെച്ചിട്ട് പിന്നെ ഓരോരോ സംഭവങ്ങൾ ഇവരുടെ പ്രൊഡക്റ്റ് തന്നെ ഇവർ മാറ്റി വെച്ചിട്ട് ഇവരുടെ സാലറി നിന്ന് പിടിക്കുക, മനസ്സിലായില്ലേ. ഇവർ സാലറി നിന്ന് പൈസയ്ക്ക് പിടിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെയാണ് ഈ ചേച്ചി ഒന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ നേരെ ഒന്നും പറഞ്ഞില്ല, നേരെ വീഡിയോയ്ക്ക് പോവാ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഒന്നാമത് അവർ വെല്ലുവിളിച്ചു, ഇത്രയും പിള്ളേർ ഇങ്ങനെയുള്ളവർ എന്തുകൊണ്ട് മുന്നിൽ വരുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇത്രയും പെൺപിള്ളേരാണ് കാണുന്നവർക്ക് ഊഹിക്കാൻ പറ്റും. പക്ഷെ അവർ വെല്ലുവിളിച്ച് അവരെ വീട്ടിന്റെ മുന്നിൽ ഞങ്ങളിപ്പോൾ സംസാരിക്കും. ഞാൻ കാര്യം പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഞങ്ങൾക്ക് തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് മുഴുവൻ ഞങ്ങളോടാണ്. ഇപ്പൊ എന്റെ കേസ് എടുക്കുകയാണെങ്കിലും ഞങ്ങൾക്ക് അനുഭവം വന്ന കാര്യം, അതായത് ഞങ്ങൾ ആരെയും അപവാദം ഇല്ലാത്ത കാര്യം പറഞ്ഞ് അപവാദം പറഞ്ഞിട്ടില്ല. ഞങ്ങളൊക്കെ കമന്റ് ഇട്ടേക്കുന്നതും ഇവിടെ നടന്ന് നമ്മൾ നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന് വേണ്ടിയാണ് എന്റെ അമ്മേന്റെ ഫോട്ടോ എടുക്കാൻ വെച്ച് ഞങ്ങൾ പറയാത്ത കാര്യങ്ങൾ തിരിച്ചു മറിച്ചും പറഞ്ഞ് ഉള്ളത് പറഞ്ഞിട്ടേ അവർ കുഴപ്പമില്ല. ഞങ്ങൾ പറഞ്ഞ കാര്യം പറഞ്ഞോട്ടെ, അതും പ്രശ്നമില്ല. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്റെ നമ്പർ അടക്കം ഇട്ടിട്ടാണ് അവർ വീഡിയോ ചെയ്തേക്കുന്നത്. എനിക്ക് അൺനോൺ കോൾ ഒരുപാട് വെച്ചിന് വിളിക്കുന്നവരാരും ഞങ്ങളോട് മോശം പറയുന്നില്ല, അതായത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. പക്ഷെ ഈ പറയുന്ന കോളുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് അറിയാത്ത നമ്പറിൽ നിന്ന് രാത്രിയും പകലും ഇല്ലാണ്ട് കോളും മെസ്സേജുകളും വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഞങ്ങളെടുത്ത് പിടിച്ചു വെച്ച ഫോണ്, ഞങ്ങളുടെ പേരിൽ ഞങ്ങൾ എടുത്ത സിമ്മുകൾ, പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ പലർക്കും അവരുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള അവർ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ടുള്ള പൈസകൾ ഇത് അത്രയും പേര് കൊടുക്കാനുണ്ട്. അപ്പൊ ഈ പറയുന്ന ഈ നിങ്ങൾക്ക് കാശ് കിട്ടാറുണ്ട്? എനിക്ക് 51,885 രൂപ കിട്ടാനുണ്ട്. അതായത് 2 മാസത്തെ സാലറിയും അതായത് കമ്മീഷൻ 2 മാസത്തെ സാലറി ഉണ്ട്, 4 മാസത്തെ ഡെപ്പോസിറ്റും ഉണ്ട്. അത് കൂടാതെ എന്റെ മുദ്രപത്രവും ചെക്ക് ലീഫും ഉണ്ട്. അത് കിട്ടാനുണ്ട്. അത് ഇവർ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോണ്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല, പലരുടെയും മേടിച്ചിട്ടുണ്ട്, പലരുടെയും മേടിച്ചിട്ടില്ല. അതായത് നമ്മൾ 10 ദിവസം ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ബോണ്ട് എഴുതിക്കുന്നുണ്ട്, അതിൽ എഴുതി പിടിപ്പിക്കുന്നുണ്ട്. അതിൽ നമുക്കൊരു ടോപ്പിക് തരുന്നുണ്ട്, അതിനിടയിൽ നമ്മളത് എഴുതിയിട്ട് അത് അംഗീകരിച്ചു. പക്ഷെ ഞാൻ കയറിയ ടൈമിലൊന്നും എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ കഴിഞ്ഞ ഒക്ടോബറിലാണ് ഞാൻ ഇറങ്ങിയത്. നമ്മളോടൊരു 3 മാസം അതായത് 90 ദിവസം കാലാവധി പറയുന്നുണ്ട്. അത് ഓക്കെ, ഏത് സ്ഥാപനത്തിലായാലും റോളാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. 90 ദിവസം കഴിഞ്ഞ് അവരെ കോൺടാക്ട് ചെയ്തു. ഞാൻ കഴിഞ്ഞ് ഇറങ്ങിയവർക്ക് കൊടുക്കുന്നുണ്ട് സാലറി, എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന്റെ കൂടെ അവർക്ക് ചിലർക്ക് കൊടുത്തിട്ടുണ്ട്, ചിലർക്ക് കൊടുത്തിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങിയതാ, ഞങ്ങൾക്ക് 2 പേർക്ക് തന്നിട്ടില്ല. അല്ല, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഈ മുദ്രപത്രവും ചെക്കും കൊടുത്തിട്ടില്ല എന്നവർ പറഞ്ഞാൽ എന്ത് തെളിവുള്ളത്? ഇതിപ്പോ നമുക്ക് ഫോട്ടോ എടുത്ത് വെക്കാൻ സമ്മതിക്കത്തില്ല അവര്. കാരണം അവര് എഴുതി എടുക്കുമ്പോൾ തന്നെ ചുറ്റിലും ആൾക്കാർ നമുക്കൊന്നും അത് റെക്കോർഡ് ചെയ്യാനോ അതൊന്ന് ഫോട്ടോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. അല്ലാതെ നമ്മളിപ്പോ ഇവിടെ തട്ടിക്കാനോ വെട്ടിക്കാനോ ഇവിടുത്തെ മെറ്റിക്കോളത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പൊ നമ്മള് ജോലി ചെയ്യണം, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടോടെ നമ്മൾ ജോലി ചെയ്യാൻ വരുന്നു, ആ സാലറിയോട് നമ്മൾ ജീവിക്കാൻ ഉദ്ദേശിച്ചാണ് വരുന്നത്. പക്ഷെ ഇത്രത്തോളം നമ്മളെ പറഞ്ഞുണ്ടാക്കുമെന്നോ ഇതുവരെ ഞങ്ങൾ കസ്റ്റമറെ ചീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ എന്തെങ്കിലും പ്രൊഡക്റ്റ് അവർക്ക് ഇഷ്ടപ്പെടാതെ റിട്ടേൺ വരുന്ന സമയത്ത് കംപ്ലൈന്റ് വരാറുണ്ട്. എനിക്ക് ഫോണത്തിന് 43,000 രൂപ 4,30,000 രൂപയ്ക്ക് ബിസിനസ് ചെയ്തിട്ട് എന്റെ കമ്മീഷൻ എന്ന് പറയുന്നത് 43,000 രൂപ. അതിൽ എനിക്ക് 23,000 രൂപ തന്നിട്ട് ബാക്കി 20,000 രൂപ പിടിച്ചു വെച്ചേക്കാം. ഒരുപാട് സ്റ്റാഫുകൾക്ക് വയ്യാതെ വന്നിട്ട് ഞാനും ഇവിടെ ഒരു കുട്ടിയുണ്ട്, ഞങ്ങളാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത്. ആ സമയത്ത് ഇവിടുന്ന് പ്രൊഡക്റ്റ് മിസ്സായിട്ടുണ്ട്, CC ക്യാമറ പോലും ഇതിനകത്തില്ല. എന്നിട്ട് ആ മിസ്സായ പ്രൊഡക്റ്റിന് കസ്റ്റമർക്കുള്ള ക്യാഷ് വേണ്ടി ഞാനാ കൊടുത്തത്. ഇത് അവൾക്ക് അറിയാം. എന്റെ എത്രയോ പ്രൊഡക്റ്റ് എനിക്ക് മിസ്സായിട്ടുണ്ട്. 20,000 രൂപ തന്നെ 6,000 രൂപയോടെ ഞാൻ റീഫണ്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ മാഡത്തെ എനിക്ക് തന്ന സാലറി എടുത്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ എന്റെ കയ്യിൽ പിന്നെ ക്യാഷ് ഇല്ലാതെ ഞാൻ മാഡത്തെ വിളിച്ച് പറഞ്ഞു, മാഡം എന്റെ ക്യാഷ് അവിടെ ഉണ്ടല്ലോ, കാരണം 33,000 രൂപ കിടപ്പുണ്ട്. അപ്പൊ അതിന് എനിക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി പൈസ തരുമെന്ന് വെച്ചാൽ എന്നെ എടുത്ത വഴിക്ക് പറഞ്ഞു, കസ്റ്റോഡിയയിൽ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ എടുത്ത വഴിക്ക് വീട്ടുകാർ പറഞ്ഞു സുകന്യനെ ഞാൻ കേസ് കൊടുത്ത് ജയിലിലാക്കും, സുകന്യയുടെ ഫേസ് വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു മാഡം അങ്ങനെ അത്രയും വലിയ തെറ്റ് ഞാൻ ചെയ്തു. അങ്ങനെ ജയിലിലാക്കണമെങ്കിൽ നമ്മൾ ഒരു
കൊലപാതകം ചെയ്യണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റ് ചെയ്യണം, അത്രയും വലിയൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാം ജയിലിട്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ എന്നെ ബ്ലോക്ക് ചെയ്തതാ. ഒരു കൊല്ലം വരെ ഞാൻ അത്രയും നല്ല രീതിക്ക് മാത്രമേ അവിടെ നിന്നിട്ടുള്ളൂ. ഞങ്ങൾ ഫ്രണ്ട്സ് നമ്മളെല്ലാവരും അങ്ങനെ നിന്നിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഫ്രണ്ട്ഷിപ്പ് പാടത്തില്ല, ഒരു കാര്യം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ ഇവര് ഞങ്ങളുടെ കട്ടിങ് വന്നു, ഒരു 5000-8000 ഒക്കെ വെച്ചിട്ട് കട്ട് ചെയ്യുക. നമ്മളിപ്പോ സാലറി നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ചെക്ക് മേടിക്കാൻ പോകാണ് ഇത്രയും രൂപ കട്ട് ചെയ്തെന്ന് അറിയുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ റിസൈൻ ചെയ്തത്. അല്ലാതെ എനിക്ക് ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഏത് ഓഫീസ് ആകുമ്പോൾ ഒരു റൂളുകൾ ഉണ്ടല്ലോ, അതേപോലത്തെ റൂളായിട്ട് ഞങ്ങൾ അംഗീകരിച്ച 1 വർഷത്തോളം ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് നമുക്ക് ഇത്രയും എമൗണ്ട് ഉണ്ടാക്കുക, കട്ട് ചെയ്യുക. ഓണത്തിന് പറഞ്ഞാൽ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല ഒരു മാസം. അങ്ങനെ ഉണ്ടാക്കി എന്റെ അമ്മയ്ക്ക് വിളിച്ചപ്പോൾ എന്താ കോലം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയ ക്യാഷാണ് 20,000 രൂപ അവർ കട്ട് ചെയ്ത്. അതാണ് കിലടലപ്പോ പറയാനുള്ളത്. എന്താ വെച്ചാൽ കണ്ട ഈ 3 പെൺകുട്ടികളൊക്കെ പറഞ്ഞിട്ടുള്ള കിലടല ഇനിയും പറയാനുണ്ട്. മനസ്സിലായി, ഇവരുടെ സാലറി കട്ട് ചെയ്യുക. എന്താ വെച്ചാൽ ഇവർ ഞാൻ പറഞ്ഞില്ല മന്ത്ലി ടാർഗറ്റ്. ഇപ്പോൾ ഒരു ചേച്ചി, ആ ചേച്ചി വന്നിട്ട് മന്ത്ലി ടാർഗറ്റ്, ആ സുകന്യ എന്ന് പറഞ്ഞ ചേച്ചി മന്ത്ലി 4,30,000 രൂപ ടാർഗറ്റ് ഉണ്ടാക്കി. അപ്പോൾ എന്താ വെച്ചാൽ ഇവർക്ക് അതിന് പ്രോഫിറ്റ് കിട്ടുന്നത് വെച്ചാൽ 43,000 രൂപ. മനസ്സിലായി, ഇപ്പോൾ 1 ലക്ഷം രൂപ ടാർഗറ്റ് നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, അച്ചീവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അതിന് ഒരു 10,000 രൂപ കിട്ടും. അപ്പോൾ ഈ 43,000 കിട്ടിയതില്ല 20,000 രൂപ ഇവർക്ക് കൊടുത്തിട്ട് ബാക്കി 23,000 രൂപ പിടിച്ചു വെച്ചു. മനസ്സിലായില്ലേ, അതാണ് ഒരു തട്ടിപ്പ്. മനസ്സിലായില്ലേ, നിങ്ങൾ ചോദിച്ചില്ലേ തെളിവ് ഇതാ അവിടെ വർക്ക് ചെയ്ത് അവർ തന്നെ വന്നിട്ടുണ്ട്. മനസ്സിലല്ലേ. പിന്നെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ ബോണ്ട് മറ്റേ ഈ ചെക്ക് ലീഫ് അങ്ങനത്തെ കരാറൊക്കെ ഒപ്പിടുന്നുണ്ട്, അല്ലെങ്കിൽ ചെക്ക് ലീഫൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന് എന്താ തെളിവെന്ന് ഇപ്പോൾ അവരൊന്ന് ചോദിച്ചാൽ കൂടി ഇവർക്ക് പറയാനില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അവിടെ ഉണ്ട് എന്നുള്ളത് പറയാനുള്ള ഓപ്ഷൻ ഇല്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫോട്ടോ എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കേട്ടോ ഞാൻ ഒരു കാര്യം നിങ്ങളിപ്പോൾ എഗ്രിമെന്റ് അത് സൈൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഫോട്ടോ എടുത്ത് വയ്ക്കുക. മനസ്സിലായില്ല, എന്താ വെച്ചാൽ നമുക്ക് അത് നമ്മുടെ അതേ തെളിവുണ്ടാവുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഓപ്ഷൻ ഇല്ല. മനസ്സിലായി, ഇവർ എഗ്രിമെന്റ് സൈൻ ചെയ്യുക അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ചുറ്റും അവരുടെ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ടാവും. എന്ന് വെച്ചാൽ ഇതൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായി, ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ തട്ടിപ്പ് തന്നെയാണ്, ഭൂലോക തട്ടിപ്പ് തന്നെയാണെന്ന്. പിന്നെ പോരാത്തത് ഇവരുടെ സ്റ്റാഫിനെ ഇവരുടെ ഈ ഒരു ഫ്രണ്ട്സിന് വയ്യാതാകുമ്പോൾ ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് തന്നെ ഇവരുടെ കുറേ പ്രൊഡക്റ്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ലേ. മിസ്സാവുക പറഞ്ഞാൽ ഇവരെന്നെ എടുത്ത് മാറ്റി വയ്ക്കുക. ഇത് ടോപ്പിലിരിക്കുന്ന ഒഴിവ് ഡിസൈൻസിലുള്ള ആൾക്കാരുടെ അടുത്ത് മാറ്റി വെച്ചിട്ട് ഇവരുടെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കുക. മനസ്സിലായില്ല, എന്താ വെച്ചാൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ഇത്ര മിസ്സായി, നിങ്ങളപ്പോൾ ഫണ്ട് റീഫണ്ട് ചെയ്യണം, പൈസ ചെയ്യണം പറഞ്ഞിട്ട് ഇവിടെ തന്നെ പൈസ പിടിക്കുക. നോക്കിയില്ലല്ലോ എത്ര ലാഭം നോക്കുക അവർക്ക്. എന്നിട്ട് അത് പോരാതെ എന്താ വെച്ചാൽ ഇവർ ചോദിക്കാൻ ചെന്നപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കെതിരെ കേസ് കൊടുക്കും, നിന്നെ ജയിലിലാക്കും, നിന്റെ ഫേസ് വെച്ച് നമ്മൾ വീഡിയോ ഇറക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ആൾക്കാർ ഇത്രയൊക്കെ പറ്റി ജീവിക്കേണ്ട ആവശ്യം എന്തോന്നിട്ട്? ഇത് വല്ല പോത്തോ മറ്റേ കാളയൊക്കെ എന്താ വെച്ചാൽ മേയ്ക്കാൻ പോവാം. ഇതിനെ വെച്ച് ഭേദം പറഞ്ഞ കാര്യമില്ല. ഇനിയിപ്പോ നമുക്ക് ബാക്കി കൊടുക്കാൻ കാര്യമില്ല, ഞാൻ ബാക്കി പറയാം. മറ്റേതിനകത്ത് പറയാതിരുന്നു. ഇതിനകത്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു. ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് തത്തക്ക കുത്തക്ക തലകുല പറഞ്ഞിരുന്നു. പിന്നെ ഇവരിപ്പോ പറയുന്നുണ്ടല്ലോ ഇതിനകത്ത് നിന്ന് കുട്ടികൾ ഷോ കാണിക്കണം. ഇവളുമാരെ പോലെ അതിനകത്ത് നിന്നല്ലല്ലോ എന്റെ പിള്ളേർ ഷോ കാണിക്കുന്നത്, പുറത്തു നിന്നല്ലേ ഇവളുമാർക്ക് നോവുന്ന എന്ത്? ഇവളെ പോലെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാത്ത എന്റെ പിള്ളേരെ പറയാം ഇവർക്ക് എന്താ അധികാരം? ഈ കുട്ടികൾ അനുഭവിച്ച വേദന എന്തെന്ന് അവർ പറഞ്ഞില്ലേ, കേട്ടില്ലേ? അതിനെതിരെ സംസാരിക്കണമെന്നോ അതിനെ സപ്പോർട്ട് ചെയ്യണമെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ പോക്കൃത്തരം പറയുന്ന ഇവളുമാർക്ക് അവിടെ എന്താ കിട്ടുന്നത്? എന്താ വിചാരിക്കുന്ന മിണ്ടാ പാലാക്കാരൻ പോയാണെങ്കിൽ ഷെഫീന പോകുമെന്നോ? അങ്ങനെ അല്ലടി, കേട്ടോ, നീ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. തീർച്ചയായിട്ടും ഈ പിള്ളേർക്കൊപ്പം തന്നെ നിൽക്കുകയും ചെയ്യും, നീതി വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. നാട്ടുകാരെ പൈസ വലിച്ചു തിന്ന് നാണല്ലേടി എവിടെയെങ്കിലൊക്കെ തൂങ്ങും. മനസ്സിലായാ? അത് പറയാൻ അന്തസ്സുള്ള പെണ്ണുങ്ങൾ വരും. ആ പെൺപിള്ളേർ അത് വന്നപ്പോഴത്തെ എനിക്കൊക്കെ എവിടെ ഷോ കാണിക്കണം? നീയാണ് ഈ ഷോ കാണിക്കുന്നത്, കാണുന്നില്ലേ? ഒരു പേപ്പട്ടി കൂടാരോ അതിനകത്തൊരു ഷോയും നഴ്സറി കൂടാരോ ഉണ്ടാക്കി ഒരു നഴ്സറി പെൺപിള്ളേരെ വെച്ചിട്ട് നീ എന്താ പെൺപിള്ളേരുടെ മാതിരി ആക്കുന്നടി? കയറി പോയനടി ചുമ്മാ അടിമ കൂട്ടങ്ങൾ. ആ അടിമകള് വന്നേക്കാണ് ഞാൻ കൊണ്ടാക്കാനായിട്ട്. നിന്റെയൊക്കെ 4, 3, 7 കളറിട്ട ഉടുപ്പ് കണ്ടോണ്ട് ഷെഫീനൊന്നും പേടിക്കാനല്ലടി വന്നത്. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോ വന്നുകൂടായിരുന്നു എന്റെ കാക്ക? ഒക്കെ പോലീസ് സ്റ്റേഷനിൽ വന്നുകൂടായിരുന്ന? പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കില്ലായിരുന്നു. അപ്പൊ വരാൻ വയ്യായിരുന്ന? അപ്പൊ ഇവര് പേടിച്ചോ കയറി മൂലക്കിരുന്ന് ലേബർ ഓഫീസിൽ പോയപ്പോ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇരുന്നോട്ടെ സമരം നിൽക്കാം. പൂവി വിട്ടുകൊടുക്കടി പിള്ളേരാ, നിങ്ങൾക്ക് എന്തോ കേട്ടോണ്ട് നിൽക്കുന്നത്. പഴയ സ്റ്റാഫുകളോട് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി തോപ്പിക്കാനുള്ള പരിപാടിയാണ്. ലേബർ ഓഫീസിൽ പോയപ്പോ ലേബറിന്റെ അവിടുന്ന് പറഞ്ഞ റിപ്പോർട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ഥാപനത്തിന് രജിസ്ട്രേഷൻ ഇല്ല. ഇവൻ അവിടെ ഒരു ഷോപ്പ് തുറന്നു വെച്ചിരിക്കുന്നത്, രജിസ്ട്രേഷൻ ഇല്ല. പൈസ 14,000 രൂപ മന്ത്ലി സാലറി സ്റ്റാഫ് ഒക്കെ കൊടുക്കണം. ഇവൻ കൊടുക്കുന്നത് 12 എന്ന് എഴുതി വെച്ചിരിക്കുന്നത്, 8 കൊടുക്കുന്നത്. നിയമവിരുദ്ധമായി നടക്കുന്ന ഇവന്റെ ഷോപ്പ് അടച്ചിടാനായിട്ട് അവരുടെ കയ്യിൽ പേപ്പറുണ്ട്. ഇവൻ മൊത്തത്തിൽ ഉടായിപ്പാണ്, പൊന്ന സഹോദരങ്ങളെ, ഇവൻ മൊത്തത്തിൽ ഉടായിപ്പാണ്. ഈ കൊച്ചുങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഇനത്തിൽ 50,000 രൂപ സാലറി കിട്ടി. കുറേക്കാ നിനക്ക് 50,000 രൂപ സാലറി ആയിരിക്കുന്നു. എല്ലാം ബാങ്കിലോട്ട് ഇട്ടിട്ടുണ്ട്, വാങ്ങിച്ചോട്ട് പോയി, എല്ലാം ഓക്കെ. സൂനൊക്കെ വൈകിട്ട് വീട്ടിൽ വന്നു 9 രൂപ കയ്യിലെടുക്ക്, ബാക്കി ഇങ്ങ് കൊണ്ട. അല്ല സാറേ അതെന്തിനാ? അത് ഫൈനാണ്. ഫൈന് എന്തിനാ ഫൈന്? എന്റെ അച്ചുമ്മ അപ്പിയിട്ടു, അതിന്റെ ഫൈന്. ഈ പിള്ളേരെ ഉപദ്രവിച്ച ചില്ലറയും ചിട്ടൊന്നല്ലേ നാറി, അറിയാമോ? നിങ്ങൾക്ക് അറിയാമോ? 1 കോടി രൂപ എന്റെ ബാങ്കിൽ കിടക്കണേ നാറി തന്ന പൈസ. ഇവ മനസാക്ഷിയുള്ളവനാണെന്ന് പറഞ്ഞത് എത്ര ദിവസമുണ്ട് എന്റെ ലൈവിൽ വന്നിട്ട് ഇവനും ഇവന്റെ പെണ്ണുങ്ങളെ കൂടെ പറഞ്ഞത് എന്ത് കോംപ്രമൈസിന് തയ്യാറാണ്. ഈ കുട്ടികളുടെ മൊബൈൽ വാങ്ങിച്ചു. നിങ്ങൾ പേഴ്സണലി ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ഒരാൾ എടുത്താൽ മോഷണമെന്നല്ലേ പറയണത്? കള്ളന് കള്ളിയല്ലേ ഇത്? മോഷ്ടിച്ചിട്ടല്ലേ ഇരിക്കുന്നത്? ഈ കുട്ടികളുടെ പേരിൽ ഇവരുടെ ആധാർ ID കൊടുത്ത് വാങ്ങിച്ച ആ സാധനം എടുത്ത് ഇവൻ കൈ വെച്ചിരിക്കും. അതെന്ത് അധികാരത്തിൽ? ഇവന്റെ കെട്ടിയോളാണോ ഇതൊക്കെ നിൽക്കുന്നത്? ആണോ? ഇവരുടെ വീട്ടിലെ അധികാരികളെ, അതായത് ഇവരുടെ വീട്ടിൽ നിന്ന് അച്ഛനോ സഹോദരനോ ഇനി കാമുകനോ ഭർത്താവോ
ആര് വന്നാലും കാണിക്കത്തില്ല. ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് എൻട്രൻസ് ആയില്ലേ, ആ പൊസിഷൻ കഴിഞ്ഞ അപ്പുറത്ത് പോയാലേ ഇവർക്ക് ഫോണിൽ പോലും ഒരിടത്ത് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇവന്റെ റെസ്ട്രിക്ഷൻസ് ആണ്, ഇവ പറയുന്ന റെസ്ട്രിക്ഷൻസ് ആണ്. ഇവ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് മുഴുക്കെ ഇല്ലീഗൽ ആൻഡ് ഇമ്മോറൽ സാധനമാണ്. ഈ കുട്ടികളുടെ പേർക്കാണ് ഇവൻ പൈസ, ഈ കുർത്തി വിൽക്കുമ്പോ കിട്ടുന്ന പൈസ വരുത്തുന്നില്ലേ, ആ പൈസ അവന്റെ പേർക്കല്ല വരുന്നത്, ഈ പിള്ളേരുടെ പേർക്കാണ്. അപ്പൊ GST വെട്ടിപ്പ് മനസ്സിലാവുന്നുണ്ടോ? പിന്നെ സ്റ്റാഫുകൾ എന്നാണ് ഈ കുട്ടികളെ പറയുന്നത്. സ്റ്റാഫുകൾക്ക് എങ്ങനെയായിരിക്കണം? അക്കോമഡേഷൻ കൊടുക്കണം, പൈസ അവർ കൊടുത്തോട്ടെ കുഴപ്പമില്ല. ഫുഡ് കൊടുക്കണം, അതും അവർ കൊടുത്തോട്ടെ കുഴപ്പമില്ല. പക്ഷെ ഇത് രണ്ടും കൊടുക്കണ്ടേ? സ്റ്റാഫുകൾക്ക് മന്ത്ലി സാലറി കൊടുക്കണ്ടേ? വേണോ വേണ്ടേ? ഇതില്ല. ഈ കുട്ടികൾക്ക് സാലറി ഇല്ല, കമ്മീഷനാ. അപ്പൊ കമ്മീഷൻ ഏജന്റ് അല്ലേ? കമ്മീഷൻ ഏജന്റ് ഇതിനകത്തിട്ട് നോക്കണോ? ഇതെന്താ ലേഡീസ് ഹോസ്റ്റലാ? ഇവ എന്തോ ഈ കാണിക്കുന്നത്? ഇവ എന്തോ വെള്ളരിക്കാൻ പറ്റണമെന്ന് വിചാരിച്ചാ? ചോദിക്കാൻ ആളില്ലെന്ന് വിചാരിച്ചാ? എന്ത് തോന്നി ദിവസം ഇവൻ അങ്ങ് കാണിക്കാൻ നമ്മൾ മിണ്ടാ നിൽക്കണോ? അവള് കുറെ ആ പെണ്ണുങ്ങളെ ഇങ്ങോട്ട് ഇറക്കി പച്ച മഞ്ഞയും കളർ വിട്ടോണ്ട് ഇങ്ങോട്ട് ഇറക്കി നിർത്തിയാൽ ഞങ്ങൾ കണ്ട അങ്ങ് പേടിക്കുമെന്ന് വിചാരിച്ചാ? പിള്ളേർ ഇത് കുറവാണ്, വന്നിട്ടില്ല. ഇത്രയും ദിവസമായിട്ട് ചോദിക്കണം, നീ ഒരാളെ കൊണ്ടുവയ്ക്കാൻ മിനി കൂടാണ്ട് ഈ കിടക്കുന്ന പാട്ട വണ്ടിയില്ലേ, ഈ പോക്കറ്റ് വണ്ടി, ഇത് ആർക്കാ എടുത്തു കൊടുക്കാന്ന്? ആ പയ്യനിക്ക് ചുണയില്ലായിട്ട് വന്ന് എടുത്തോണ്ട് പോടാ. അതിലെ ഞാൻ നിന്റെ അടുത്ത് പറയുന്നുണ്ട്, വന്ന് എടുത്തോണ്ട് പോടാ. അവന്റെ അമ്മൂമ്മയുടെ 1-ാം കുലിസ്. എടീ നാളുണ്ടായി പോയി തൂങ്ങി ചാവടി, പോയി തൂങ്ങി ചാവടി. അടിമകളല്ലാത്ത ഇത്ര പിള്ളേർ, അടിമ സ്ത്രീകളല്ലാത്ത കുട്ടികൾ, ഇതൊക്കെ എഡ്യൂക്കേഷൻ കേൾക്കണ്ടേ? M.Com, B.Ed എന്ത് പഠിച്ച പിള്ളേരാണ്. പാവപ്പെട്ട വീട്ടിലെ എന്ത് കഷ്ടപ്പെട്ടു. ഇതിലൊരു കുട്ടിയുണ്ട്, ഏതാ അതാ ഈ കുട്ടിയാണ്. ഈ മോള് സ്വന്തമായിട്ട് ജോലി എടുത്താണ് അവള് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. PG കംപ്ലീറ്റ് ചെയ്തത്. M.Com ആണ് അല്ലെ? M.Com പഠിച്ചു. കുട്ടികളൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ്. ഈ കുഞ്ഞുങ്ങളുടെ അവൻ ചോദിക്കണം, എന്റെ ഉദാര മനസ്കതയാണ് നിങ്ങൾക്ക് ഈ ജോലി. പിന്നെ അവന്റെ അച്ഛന്റെ ജോലിയല്ലേ? ഔദാര്യം, അവന്റെ ഔദാര്യമാണ്. അവന്റെ ഔദാര്യം നക്കാണ് കുട്ടികൾ. ഇവരെ വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് കൂട്ടി ഇവരുടെ പ്രാഗിയൊക്കെ വിടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് മാത്രോ ഈ വാട്സപ്പിനകത്ത് ഇവർ വിട്ടിരിക്കുന്ന നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ? അത് കേൾക്കണം. ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിനകത്ത് വാട്സപ്പിനകത്ത് ഇവൻ പറയുന്നത്, നീ മിണ്ടിയാൽ ഫൈൻ, നീ തുമ്മിയാ ഫൈൻ, പാട്ട് അപ്പുറത്തെ വീട്ടിൽ ആരെങ്കിലും ചുമച്ചാ ഫൈൻ. ഈ പിള്ളേർ എന്തോന്ന് ചെയ്യുമെന്ന് പറയാം. ഇവ പറയുന്നത് 40,000 രൂപയാണെന്ന് പറഞ്ഞിട്ട് ഇവൻ വിളിച്ചു വരുത്തുന്നില്ലേ? മൊത്തം ഫേക്ക് ഉടായ്പാണ്, മൊത്തം ഫേക്ക് ഉടായ്പ്. മനസ്സിലായി? ഇനി ഇവന്റെ കുറെ വേറെ ആൾക്കാരുണ്ട്. ഇവരെയൊക്കെ വെച്ചിട്ട് അപ്പുറം ഇപ്പുറം ഉള്ളവരുടെ ചോദിക്കാനുണ്ട്. നിങ്ങൾ അപ്പുറം ഇപ്പുറം ഒക്കെ ചോദിക്കാം. ഈ പറയുന്ന ആൾക്കാരല്ല, അടൂരുകാരല്ല ഇവന്റെ കാലിന്റെ ഇടയിൽ എന്നാ പറയുന്നത്. പറയുമ്പോ മഹാമോശമായിട്ട് പറയേണ്ട ഒരു അവസ്ഥയുണ്ട് സൗര. എത്ര നാളായിട്ടെന്നറിയാം ഈ കുട്ടികളിട്ട് അല്ലാതെ വർത്താനം പറയുന്നത്? എത്ര നാളായി പിള്ളേരെ, എത്ര ദിവസമായെന്ന് അറിഞ്ഞു നോക്കിയാണ്. ഇപ്പം ഞാൻ അവിടെ ഇരിക്കുമ്പോ ലേബർ ഓഫീസിൽ വന്ന് എന്നെ വിളിച്ച് എന്റെ റെക്കോർഡ് കേൾക്കണം. ലേബർ ഓഫീസിൽ വന്ന് എന്നെ വിളിപ്പിച്ചിട്ടുണ്ട്. കോംപ്രമൈസ് ഒരു പിന്നെ മൊബൈൽ കൊണ്ടുവന്ന് തരൂത്രേ. മനസ്സിലായ? ഒരു മൊബൈൽ കൊണ്ടുവന്ന് തരും. ഈ മൊബൈൽ വാങ്ങിച്ച് പിള്ളേർ ഓക്കെ എന്ന് പറഞ്ഞ് കോംപ്രമൈസ് അടിച്ച് പോകണം. ലേബർ ഓഫീസറെ കൊണ്ട് വിളിപ്പിച്ചതായവൻ. ഞാൻ വരൂല, നീ പോലീസ് സ്റ്റേഷനിൽ വന്നില്ല. അവിടുന്ന് നിങ്ങൾ കണ്ടതില്ലേ, ഒരു 2 ചുവട് അങ്ങോട്ട് വെച്ചായിരിക്കാം. നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യും. ഇവൻ വന്നാൽ ഞങ്ങൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവൻ കോംപ്രമൈസിന് വരത്തില്ല. ഇവ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ വിജയ് ചെയ്ത് വിട്ടിട്ട് മാപ്പിളയും പെണ്ടാട്ടിയും കൂടെ പട്ടി ഷോ നടന്നിട്ട് പട്ടി ഷോ അതിനകത്ത് ചെല്ലുമേനാട്ടി ഇതാരണ്ടും കൂടെ കളിക്കുന്നത്. ഇത് ആരെ കാണിക്കുന്നതാ ഈ പേക്കൂത്ത്? ഇതൊന്നും പറയണ വിജയിന്റെ അടുത്ത് വെച്ചിട്ട് പറയുന്നത് വിജയ് ഫാനാണ്. അതായത് ഒരാൾ നമ്മൾ വാഴണമെന്ന് വിചാരിക്കുന്നിടത്ത് നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് കാണിക്കണം. നാട്ടുകാരെ പൈസയും നാട്ടുകാരുടെ വിയർപ്പും തിന്ന് ജീവിക്കുന്ന 2 നാറികള് അനാവശ്യമായിട്ട് പോകരുത്. ഇപ്പൊ എവളുമാരെ ഇറക്കി ഇങ്ങനെ നിരത്തും. എന്നിട്ട് ഈ ഉണക്ക വണ്ടി എടുത്ത് നടത്തൂടെ പോകും. രാജാവ് റാണി പോവുക. ഏത് സ്വപ്ന ലോകത്ത് അങ്ങനെ ജീവിക്കുന്നത്? സാറ് മാമുമല്ല, ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടി പോകും കേട്ടോ. ചങ്കാണ്, ചങ്ക് അല്ലെ? ഈ സിനിമ ഡയലോഗ് എടുത്തിട്ട് ആരെ ഈ കുട്ടികളെ വെല്ലുവിളിക്കുന്നത്? ഇവളെന്താ വിചാരിച്ചെന്നറിയാം? കണ്ണൂരിന്ന് ഇടുക്കിന്നും റാന്നിന്നും ഒക്കെ കുട്ടികൾ ഇവിടെ വരത്തില്ലെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. മനസ്സിലായ? ഇത്രയും ദൂരെ നിന്ന് കുട്ടികൾ ഇവിടെ വന്നത് പ്രതികരിക്കില്ലെന്ന് വിചാരിച്ചു. ഇവളൊക്കെ എന്ന് ഇതുപോലെ ആട്ടം വിടും. ഇവള് ഡോർ വന്ന് സുരാജ് പാലക്കാരനെ അകത്തേക്ക് കയറ്റുകയാണ്. പിന്നെ അന്തപുരമല്ലേ ഓടി അങ്ങ് അകത്തോട്ട് കയറാൻ. അവ അവന്റെ ജീവനം കൊണ്ട് ഓടി. ഈ അന്തപുരത്തിനകത്തേക്ക് ചെറുക്കിന് കാരണം അപ്പോഴേ പാഞ്ഞു പറഞ്ഞിറങ്ങി ഓടി. നിങ്ങൾ വിളിച്ചില്ലല്ലോ? സുരാജ് പാലക്കാരൻ ട്രൂ ടി വി ഉണ്ട്. എന്താ പിന്നെ അവനെ അങ്ങോട്ട് അകത്തേക്ക് കയറ്റി ആനയിച്ചങ്ങ് ആരാധിക്കാന്ന് വിചാരിച്ചു. ഇതാണ് ഇവിടെ സ്ഥിരം നടക്കുന്നത്. ഇത് തന്നെ സ്ഥിരം നടക്കുന്നത്. ഒരു പെൺകുട്ടി ഇന്നലെ സ്വന്തം അതായത് അവള് വന്ന് ലൈവിൽ പറയുന്നുണ്ട്. ലൈവിൽ പറയുകയാണ്, എന്താ എന്നെ ഇവൻ മോശമായി ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നുള്ളതും പറയാണ്. ഇത് നമ്മളിപ്പോ ഇത്രയും പേര് ദൂരെ നിന്ന് വന്ന സൗര, നമ്മളിപ്പോ പോലീസ് സ്റ്റേഷനിൽ നമ്മളെ പിടിച്ചവിടെ ഇരുത്തേണ് ചെയ്തത്. SI ഉൾപ്പെടെ ഇതിനകത്ത് കൂട്ടുകക്ഷിയാണ്. ഞങ്ങൾ ഇത്രയും നേരം അവിടെ ഇരുത്തേണ് ചെയ്തത്. ഞങ്ങൾ കളക്ടറെ കാണാനാണ് വന്നത്. ഞങ്ങൾ ഇത് വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. ഇത് കളക്ടർ കാണേണ്ട വിഷയമാണ്. ഇത്രയധികം ബഹളം ഉണ്ടാക്കി കുട്ടികൾ നടു റോട്ടിൽ നിന്ന് പ്രതിഷേധിക്കുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് ഇവിടുത്തെ ബാക്കിയുള്ള സിസ്റ്റങ്ങൾ അനുസരിക്കുന്നില്ല? ലേബർ ഓഫീസർ പറയുന്നത് ഇത് ലേബർ കയറാൻ പറ്റത്തില്ലെന്ന്. അപ്പൊ ഇവിടെ എന്തോ നടത്തുന്ന ഇത്രയും പെണ്ണുങ്ങളെ വെച്ചിട്ട്? ഇവിടെ ഓഫീസ് അല്ല, ഇവിടെ ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഇതിനകത്ത് എന്താ നടക്കുന്നത്? ഞങ്ങളുടെ ചോദ്യം അത്. സാധാരണക്കാരായ മനുഷ്യർ ചോദിക്കേണ്ട ചോദ്യം. ഇതിനകത്ത് ഓഫീസാണെന്നും ഇതൊരു സ്ഥാപനമാണെന്നും അല്ലേ എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത്? പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ സ്റ്റാഫുകൾ പറയുന്നത് അങ്ങനെയല്ല. ആ സുഖത്തിനാണ് ഞങ്ങോട്ട് വിളിച്ചത്. അങ്ങേര അത്ര ഞാൻ പറയുന്നുള്ളൂ. കൂടുതൽ എന്നെ കൊണ്ട് പറയിക്കരുത്. മനസ്സിലായ? അല്ല, ഈ തിരിച്ചവിടെ നിന്ന് പോകുന്ന ഏകദേശം 50ഓളം കുട്ടികൾ പറയുന്നത് അവർക്ക് ഇവിടെ സുഖമാണ്, അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. അതൊരു പ്രത്യേകതര സുഖമാണ് സഹോദര. ആ സുഖം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കൊച്ചുങ്ങൾ പുറത്തു നിൽക്കുന്നത്. ആ സുഖം അത് പ്രത്യേകതര സുഖമാണ്. അതൊരു വേണ്ട എന്നെ കൊണ്ട് പറയിക്കരുത്. ഞങ്ങൾ കളക്ടറെ കാണാൻ പോയി വന്നതാണ്. ഞങ്ങളെ പിടിച്ച് ഇവിടെ നിർത്തിയിട്ട് അവള് പോയി. എടീ കൂവാനാണ് പറഞ്ഞത്, കൂവുള്ളവരെ. അപ്പൊ അതാണ് കില്ലാടല്ലേ. കണ്ടില്ലേ? എന്ന് ചോദിച്ചാൽ എന്റെ പൊന്നോ, അകത്തുള്ള ചേച്ചിമാർ ഗൂഗിള്, പുറത്തുള്ള ചേച്ചിമാർ ഗൂഗിള്. സംഭവം ഇതാണ്. മനസ്സിലായില്ലേ? എന്ന് ചോദിച്ചാൽ നമ്മുടെ ഷഫീന താത്ത ഇപ്പൊ പറഞ്ഞില്ലാത്ത സത്യം. എന്ന് ചോദിച്ചാൽ ആ ചേച്ചി അവിടെ വർക്ക് ചെയ്തതാണ്. മനസ്സിലായില്ലേ?
എന്ന് വെച്ചാൽ അവിടെ ഇല്ലടല്ല അവിടെ വർക്ക് ചെയ്യണ അവർക്ക് പൈസ കിട്ടുന്നതെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇവിടെ ഈ ചേച്ചിമാർ വന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പൈസ കിട്ടുന്നതല്ല, പോരെ നമ്മളെ യൂസും കൂടി ചെയ്യേണ്ടില്ല. മനസ്സിലായില്ല? എന്താ വെച്ചാൽ മോശമായിട്ട് വരെ ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇതാണ് നമ്മളൊരു ജോലിക്ക് പോയിക്കഴിഞ്ഞാൽ ഒരു ജോലി അത്ര തന്നെ, അല്ലാതെ അവിടെ അടിമയൊന്നും ആവാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഒരിക്കലും അങ്ങനെ ആവരുത്. ഇതിപ്പോൾ അവരുടെ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുക. മനസ്സിലായില്ല? അവർക്ക് വേണ്ട തോന്നിയ പോലെ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ പൈസ അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ എടുക്കുക, ഇതൊക്കെ കാലത്ത് നടക്കണതാണോ ഇല്ലടാ? നിങ്ങൾ തന്നെ പറ. ഏകദേശം ഈ വീഡിയോ 24 മിനിറ്റ് ഇല്ലടാ. ആ ചേച്ചി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സംഭവം ശരിയാണെങ്കിലോ മനസ്സിലായി. എത്രയും വലിയ തട്ടിപ്പ് അവിടെ നടക്കുമ്പോൾ അതിനെതിരെ അവിടുത്തെ ഒരു സിസ്റ്റം, അല്ലെങ്കിൽ അവിടുത്തെ ഒരു പോലീസ്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഇപ്പൊ പ്രശ്നം പറഞ്ഞ പോലെ ഓരോ ആൾക്കാർ വന്ന് ഇടപെടേണ്ടില്ല. ഇടപെടണം. ഇത്രയും വലിയ പ്രശ്നം നടക്കുമ്പോൾ അതിന് ഇടപെട്ട് തന്നെ വേണം. ഇത്രയും ചേച്ചിമാരില്ല, ഇത്രയും സ്ത്രീകൾ അവിടെ വർക്ക് ചെയ്യുന്ന പേരിൽ പോയിട്ട് ഈ ചൂഷണം അനുഭവിച്ചിട്ട് ഇപ്പോൾ റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ് ഇല്ലടാ. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് വന്നിട്ടും കാര്യമില്ല. ഇവരുടെ കാര്യങ്ങൾ ഇപ്പൊ ഈ ചെക്ക് ലീഫ്, പിന്നെ ഈ ആധാർ കാർഡ്, അങ്ങനത്തെ ഈ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ അവിടെയാണ്. പക്ഷെ മറ്റവർ അവർക്ക് തോന്നിയ പോലെയാണ് കേട്ടല്ലോ. മനസ്സിലായില്ല? ഒലിവിയ ഡിസൈൻസ് പറഞ്ഞാൽ അവർ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അച്ചു ചേച്ചിയും പിന്നെ നമ്മുടെ സിബിച്ചായനൊക്കെ അവർ തോന്നിയ പോലെയാണ് കേട്ടോ. മനസ്സിലായില്ല? എന്ത് ചോദിച്ചാൽ തോന്നിയ പോലെ അവർക്ക് ഇഷ്ടം എന്താണോ അവർ പറയുന്ന അവിടെ ചട്ടം. മനസ്സിലായില്ലേ? പിന്നെ ഫുള്ള് ഞാൻ കിലറുടെ മുമ്പ് ഞാൻ ഒരു വീഡിയോ കാണിച്ചല്ലോ നിങ്ങൾക്ക്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ചങ്കാണ് ഞങ്ങളുടെ മാമും സാറും ചങ്കാണൊക്കെ പറഞ്ഞ വീഡിയോ കണ്ടില്ലേ? ഫുള്ള് പട്ടിഷോ ഇല്ല. പട്ടിഷോ പറഞ്ഞപ്പോൾ ഒട്ടുക്കത്തെ പട്ടിഷോ. ഇവരിപ്പോഴും വേറെന്തോ ലോകത്താണ് ഇല്ലടല്ലേ. എന്താ വെച്ചാൽ രാജാക്കന്മാരുടെ ഭരണം പോലെ. എന്താ വെച്ചാൽ ഇവര് സെന്ററോടെ വരുന്നു, മറ്റവർ പൂവെടുത്ത് വിതറുന്നു, ഇനി രണ്ട് സൈഡോടെ ഈ ഇവരുടെ സ്റ്റാഫുകൾ പോകുന്നു. എന്തോന്നാണ് ഇതൊക്കെ? എന്റെ പൊന്നോ, ഒടുക്കത്തെ ഉറപ്പില്ല, ഒടുക്കത്തെ ഉറപ്പിക്കില്ല. പിന്നെ ഓരോ റീലിടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓരോ റീൽ, ഓരോ പാട്ട് കേട്ടോ റീലിടുന്നത്. എന്റെ പൊന്നോ, കാര്യമില്ല. പറഞ്ഞില്ലേ? ഇതാണ് ഇപ്പൊ ഈ ഒരു പ്രശ്നം. ഞാൻ പറയുന്നത് ഇവർക്ക് നീതി കിട്ടണം. ഈ ചേച്ചിമാർക്ക്, ഇത്രയും പേർക്ക് ഈ പുറത്ത് വന്ന ചേച്ചിമാർക്ക് നീതി കിട്ടാനുമാണെങ്കിൽ അവിടെ എന്താ ചോദിച്ചാൽ അവരവിടെ വർക്ക് ചെയ്തിട്ട് അവർക്ക് വേണ്ടപ്പെട്ട പൈസ കിട്ടുകയൊന്നുമില്ല. പിന്നെ പുറത്ത് പൈസ പിടിച്ചു വെക്കുക, അതിന് പുറത്ത് കേസും കൊടുക്കുന്ന പറഞ്ഞു. മനസ്സിലായില്ലേ? ഇവർക്കെതിരെ കേസ് കൊടുക്കും. പിന്നെ പുറത്ത് ഇവരുടെ ഫേസ് വെച്ച് വീഡിയോ കറക്കുന്നത്. ഇതൊക്കെയാണ് ഇവരുടെ ജോലി. ഞാൻ പറയുന്നത് ഇപ്പോഴും അവിടെ ഉള്ള ആ ചേച്ചിമാരില്ല, ഇപ്പൊ അവിടെ മഞ്ഞ യൂണിഫോം ഇട്ട് വർക്ക് ചെയ്യുന്നില്ലേ? ഓരോരുത്തരും യൂണിഫോം ആയിട്ട് ഇല്ലാതെ കോഴിക്കുഞ്ഞാണ് നമ്മൾ കളർ മുക്കിയിട്ടില്ല, അതുപോലെ ഉണ്ട്. എന്താ വെച്ചാൽ മഞ്ഞ യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കുന്ന ആ ചേച്ചിമാര് അവരും ഇതേ ഒരു അവസ്ഥയിലെത്തും. അവർ ഈ സിറ്റുവേഷൻ നേരിടാൻ പോകണുള്ളൂ. ഇപ്പൊ അവര് മതിലിനകത്ത് നിന്ന് പോകുന്നുണ്ട്. ഇവര് മതിലിന് പുറത്ത് പണിയില്ലാത്തവർ പുറത്തുനിന്ന് പോകുന്നുണ്ടില്ല. അതായത് പണി റിസൈൻ ചെയ്ത് വന്ന ആൾക്കാർ. പിന്നെ ആ ഒരു സെറ്റപ്പ് കണ്ടില്ല. അവരുടെ ഒലിവിയ ഡിസൈൻസ് പറഞ്ഞ സംഭവം വലിയ വീടും പിന്നെ ഓഫീസും കൂടെ സെറ്റപ്പാണെന്ന് പറയുന്നത്. അവിടെ നമ്മുടെ ഒരു ദൈവത്തിന്റെ ഇതൊക്കെ ഉണ്ട്. എന്തോന്നാണ് ഇതൊക്കെ വെച്ചിട്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി. പിന്നെ ആൾ പറയുന്നുണ്ട് ഞങ്ങളുടെ നാട്ടുകാർ മൊത്തം എൻ്റെ കൂടെയാണ്, നിങ്ങളൊന്നും പിടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായാലും കിട്ടില്ല, നമുക്ക് നമ്മുടെ കൂടെ നാട്ടുകാരുണ്ട്, മറ്റൊരു മാർജിനൊക്കെ. ഞാൻ പറ്റിച്ചിട്ട് എന്തിനാണെങ്കിലും അവരുടെ നാട്ടുകാർ കൂടെ നിൽക്കണം? ചോദിക്കട്ടെ. ഇവർക്ക് നീതി കിട്ടാൻ വേണമെങ്കിൽ സത്യമായിട്ട് പറഞ്ഞ ഇവർക്ക് നീതി കിട്ടാൻ വേണം. ഇവരിപ്പോൾ തെളിവില്ലാതെ കുറേ ആൾക്കാർ പറഞ്ഞു ഇത്രയും തെളിവ് പോരയില്ലല്ലേ, ഇനിയും സംസാരിക്കാണ്ടില്ലേ. ഇപ്പൊ നമ്മൾ ആകെ 15 മിനിറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളൂ, ഇനിയുണ്ട് 10 മിനിറ്റോളം. അപ്പൊ അതാണ് കണ്ടില്ല ഒലിവിയ ഡിസൈൻസിന്റെ മറവിലുള്ള തട്ടിപ്പ്. നിങ്ങളെങ്കിലും മനസ്സിലാക്കണം. ഇനിയെങ്കിലും ആരെങ്കിലും ജോലിക്ക് പോകാന്ന് വെച്ച് ഞാൻ പോവാതിരിക്കുക. ഇതുപോലുള്ള കുറെ കമ്പനികളുണ്ട് ഇല്ലടല്ലേ. ഈ ഒന്നും മാത്രമല്ല, കുറെ കമ്പനികളുണ്ട്. ചിലവരൊക്കെ വെറും പറ്റിക്കാൻ വേണ്ടി ഇല്ലടല്ലേ. പറ്റിക്കുക, ഇതാണ് പിന്നെ ജീവിക്കാനുള്ള മാർഗം. പറ്റിക്കുക, പാവങ്ങളെ പറ്റിച്ച് ജീവിക്കുക. അവരെ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ എവിടെയും ജോലി കിട്ടാണ്ട് അവിടെ വന്നിട്ട് അവർ അന്നത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി വരികയാണ്. മനസ്സിലായില്ല? ഇപ്പോൾ ഒരു ജോലിക്കാരെ പറഞ്ഞാൽ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു ലോ ക്ലാസ്സിലുള്ള ആൾക്കാർ എന്ത് ചോദിച്ചാൽ അവരിങ്ങനെ ഈ പൈസ കിട്ടിയിട്ട് വലിയ കൊട്ടാരം പണിയാനൊന്നുമല്ല. അവർക്ക് അന്നുള്ള ആവശ്യങ്ങൾ കഴിഞ്ഞു പോകണം. അതിനുവേണ്ടി വരുന്ന ആൾക്കാരൊക്കെയാണ്. അവരെ പറ്റി ജീവിക്കുക പറഞ്ഞാൽ കേട്ടല്ല, ഇതിലും വലിയ മോശമൊന്നുമില്ല. സത്യം പറയല്ലോ. അവർക്ക് എന്തായാലും എതിരെ കേസ് എടുക്കാൻ വേണം, ഇവർക്ക് നീതി കിട്ടാൻ വേണം, ഇവരെ പൈസ പിടിച്ചൊക്കെ തിരിച്ചു കൊടുക്കണം. അത് നമുക്ക് പറയാനുള്ള ഇല്ലടല്ലേ. പിന്നെ ഇപ്പോൾ ഒലിവിയ ഡിസൈൻസ് എന്തായാലും ഒരു വീഡിയോ ആയിട്ട് വരും, നമുക്ക് നോക്കാം ഇല്ലടല്ലേ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തായാലും കൊണ്ടുവരാം. അപ്പോൾ അത്രേ ഉള്ളൂ.